ഇപ്പോൾ മുന്തിരിവള്ളിയിലെ ഒരു നീണ്ട ശിഖരം എടുത്ത് ഞാൻ 3 കഷ്ണമാക്കി ചെടിച്ചട്ടിയിൽ കുത്തിവെച്ച് അതിലൊരെണ്ണം തളിർത്ത് വന്ന് അത് ഞാനൊരു സുഹൃത്തിന് കൊടുത്തിരുന്നു. ഇത്തവണ ഒരു 4-5 ശിഖരങ്ങൾ നട്ടുനോക്കി, പക്ഷേ എല്ലാം ഉണങ്ങിപ്പോയി. അപ്പോഴാണ് ലെയറിങ് ചെയ്താലോ എന്നൊരു ചിന്ത വന്നത്. അപ്പോൾ മണ്ണിലൊരു കുഴി ഒഴിച്ചു, എന്നിട്ട് ഇതാ ഒരു നീണ്ട വള്ളി താഴേക്ക് ഇറക്കി. മതിലിൻ്റെ മുകളിലാണ് പടർന്നിരുന്നത്, അത് താഴേക്ക് ഇറക്കി. എന്നിട്ട് ഈ കുഴിയിൽ കുഴിച്ചിടാനുള്ള പ്ലാനാണ്. ചെറിയ മൺകോരി കൊണ്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഈ താഴെ ഇറക്കിയ വള്ളിയുടെ നടുഭാഗം ഏകദേശം ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ അതിന് മുകളിൽ മണ്ണിട്ട് കൊടുത്തു. അപ്പോൾ ഒരു റാ പോലെയാണ്, റാ അല്ല യു പോലെയെന്ന് പറയാം. മുന്തിരിവള്ളിയുടെ ഒരു ഭാഗം മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു, അത് ഈ കുഴി കൂടെ മണ്ണിൻ്റെ അടിയിൽ കൂടെ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറിപ്പോവും. അപ്പോൾ ഈ മണ്ണിട്ട ഭാഗത്ത് വേര് പിടിക്കുമെന്ന് നോക്കാനാണ് പരീക്ഷണം. ഇത് മുഴുവനായിട്ട് ആ ചെടി ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് തന്നെ പടർത്തി കൊടുത്തു. അതാ ശിഖരം ഏറ്റവും തുമ്പാണ് ഈ കാണുന്നത്, കാണുന്നില്ലേ? ഇത് അതിൻ്റെ കട. അപ്പോൾ വള്ളി ഒരു യു ആകൃതിയിൽ ചുമരുമ്മക്കൂടെ പടരുന്നതിന് പകരം മണ്ണിൻ്റെ അടിയിൽ കൂടെ കുറച്ച് ഭാഗം പടരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ കുറച്ച് കഴിയുമ്പോൾ അവിടെ ആ മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗത്ത് വേര് വരുമായിരിക്കും. വേര് വന്നു കഴിഞ്ഞാൽ താഴെ വള്ളിയിൽ നിന്നുള്ള ഭാഗം മുറിച്ച് കളഞ്ഞാലും ഇതൊരു പുതിയ ചെടിയായിട്ട് വളരുന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം.